ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ തോളിൽ താങ്ങുവീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 68 അധ്യായം 19 വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ്. അതുപോലെ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരാനും കുരിശ് ചുമക്കാനും നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് ലൂക്കോസ് 9 അധ്യായം 23 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവ് സ്നേഹപൂർവ്വം നമ്മുടെ ചുമലിൽ ഒരു ക്രൂശ് വയ്ക്കുന്നു. അത് ആത്മാക്കൾക്കുള്ള ഭാരത്തിന്റെ ക്രൂശാണ്, മധ്യസ്ഥത പ്രാർത്ഥനയുടെ ക്രൂശാണ്. കർത്താവിന്റെ നാമത്തിൽ പരസ്പരം ഭാരങ്ങൾ വഹിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവചനം പറയുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നിങ്ങളും പരീക്ഷിക്കപ്പെടാതിരിപ്പാൻ നിങ്ങളെ തന്നെ കരുതിക്കൊള്ളുവീൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇത് ഗലാത്യർ 6 അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രൂശ് ചുമക്കാൻ നാം നമ്മുടെ തോളുകൾ സമർപ്പിക്കുമോ? നശിച്ചുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയും അവന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നാം കർത്താവിനോട് തോളോട് തോൾ ചേർന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനാൽ കർത്താവ് നമ്മെ തീർച്ചയായും നിറയ്ക്കും. കർത്താവിന്റെ വേലയ്ക്കും ശുശ്രൂഷയ്ക്കും നമ്മുടെ തോളുകൾ കടം കൊടുക്കേണ്ടതല്ലേ? ഇത്രയധികം ആളുകൾ അവരുടെ പ്രാർത്ഥനാ അപേക്ഷകൾ നമ്മുടെ ചുമലിൽ വയ്ക്കുമ്പോൾ നാം അവരുടെ ഭാരങ്ങൾ നമ്മുടേതായി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ദൈവമുൻപാകെ മധ്യസ്ഥം വഹിക്കേണ്ടതല്ലേ? യിരെമ്യാ പ്രവാചകൻ ഇസ്രായേലിന്റെ ഭാരം എത്ര ആഴത്തിൽ വഹിച്ചുവെന്ന് പരിഗണിക്കുക. വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അവൻ കർത്താവിന്റെ ഭാരം സ്വയം വഹിച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു, അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുകൾ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ. ഇത് യിരെമ്യാവ് 9 അധ്യായം 1 വാക്യത്തിൽ കാണപ്പെടുന്നു. ഒരു തോൾ കൊടുക്കൽ എന്ന പ്രയോഗത്തിന് മറ്റൊരർത്ഥവുമുണ്ട്, ഐക്യത്തിൽ ഒരുമിച്ച് നിൽക്കൽ. ആളുകൾ തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് നിന്നതായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നെഹമ്യാവ് കർത്താവിനു വേണ്ടി യെരുശലേമിന്റെ മതിലുകൾ പുനർനിർമ്മിക്കാൻ മനസ്സുവെച്ചപ്പോൾ യഹൂദയിലെ ജനങ്ങൾ ആ ശ്രേഷ്ഠമായ പ്രവൃത്തിക്ക് അവരുടെ തോളുകൾ കൊടുത്തു. അവർ നെഹമ്യാവിന്റെ കൈകളെ ശക്തിപ്പെടുത്തി. തിരുവെഴുത്ത് പറയുന്നു, നമുക്ക് എഴുന്നേറ്റ് പണിയാം എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ ഈ നല്ല പ്രവൃത്തികൾക്ക് കൈനീട്ടി. ഇത് നെഹമ്യാവ് 2 അധ്യായം 18 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ആത്മാർത്ഥതയോടെയും നേരോടെയും അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് ദൈവത്തിന്റെ വിശ്വസ്ത ദാസന്മാർക്കൊപ്പം നിൽക്കുക. മിഷണറി വേലയ്ക്ക് നിങ്ങളുടെ തോളുകൾ കൊടുക്കുക. സുവിശേഷ ശുശ്രൂഷകർക്ക് നിങ്ങളുടെ തോളുകൾ കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ നാട്ടിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്താം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 13 അധ്യായം 16 വാക്യം. എന്നാൽ നന്മ ചെയ്യാനും പങ്കുവെക്കാനും മറക്കരുത്, കാരണം അത്തരം യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 17, 18, 19 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 6 അധ്യായം 30 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.